ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു നാടൻ സ്നാക്കാണ്. തേങ്ങാ പൂവപ്പം ആണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിൻ്റെ ഷേപ്പ് കൊണ്ടൊക്കെയാണ് നമ്മൾ പൂവപ്പം എന്ന് വിളിക്കുന്നത്. അരിപ്പൊടിയും തേങ്ങാപ്പാലും ഒക്കെ കുഴച്ചിട്ടുണ്ടാക്കുന്ന ഒരു നാടൻ ഐറ്റമാണ്, ആവി കയറ്റി എടുക്കുന്ന ഐറ്റമാണ്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ കൂടെ സെർവ് ചെയ്യുന്നത് തേങ്ങാപ്പാൽ തന്നെയാണ്. തേങ്ങാപ്പാലിൽ കുറച്ച് ഏലക്കയും വേണമെങ്കിൽ മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്, ഈ തേങ്ങാപ്പൂവപ്പം കഴിക്കേണ്ടത്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. വീഡിയോ കണ്ടു നോക്കൂ, കണ്ടിട്ട് അഭിപ്രായം പറയൂ, എന്നിട്ട് ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യൂ. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യൂ. എന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസും ഒക്കെ അറിയാൻ പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. അപ്പം എങ്ങനെയാണ് തേങ്ങാപ്പൂവപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പോവാം ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് തേങ്ങാപ്പൂവപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വരണ മാതിരി ചെറുകിയ തേങ്ങ, 1 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ തേങ്ങാപ്പാലും 2ാം പാലാണ് ആക്ച്വലി ഇത്, ഇല്ലെങ്കിൽ കുറച്ച് ചുടുവെള്ളവും 1ാം പാലും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ചൂടുണ്ടായപ്പോൾ. അപ്പം ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. പിന്നെ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചോളൂ, നമുക്ക് ആവശ്യമുണ്ട്. അത് ഒഴിച്ചിട്ടാണ് ഈ തേങ്ങാപ്പൂവപ്പം കഴിക്കേണ്ടത്. തേങ്ങാപ്പാലിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അറിയാലോ തേങ്ങാപ്പാൽ പിരിയും. അപ്പോൾ അതുകൂടെ ഒന്ന് ആലോചിച്ചോളൂ. ഞാനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് കണ്ടോ, നല്ല ബോളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ബോളാക്കാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കുക. എന്താ കുഞ്ഞു ബോളാണ്, ഇത്രയും ചെറിയ ബോളാക്കിയിട്ട് എല്ലാം എടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ എല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ, എല്ലാം കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് പൂവാക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ബോൾ എടുക്കുക, കയ്യിൽ വയ്ക്കുക, കാണിച്ചു തരാം. കയ്യിൽ വയ്ക്കുക, ഫോർക്ക് കൊണ്ട് 4 ഭാഗത്തും പ്രസ് ചെയ്യുക. എന്നിട്ട് നടുവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നടുവിലൊരു കുഞ്ഞൊരു ഇംപ്രഷൻ വരും. ഇങ്ങനെയാണ് പൂ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പം അതേപോലെ ഞാൻ ഒരു സെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം സ്റ്റീമറിലാണ് ഞാനിപ്പോൾ ആവി കയറ്റി എടുക്കാൻ പോകുന്നത്. സ്റ്റീമർ ഓൾറെഡി വെള്ളം തിളച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റി എടുക്കാം. കണ്ടോ, എല്ലാം ഞാൻ ഇതേപോലെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ആവി കയറ്റി എടുക്കാം. അതിന് ശേഷം നമുക്ക് അടുത്ത ബാച്ചും കൂടെ ചെയ്യണം. അപ്പം ഒന്ന് ആവി കയറ്റിയ ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം നന്നായി തിളച്ചു. അപ്പം നമുക്ക് ഇനി ഇത് വെച്ച് കൊടുക്കാം. ഇനി അതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം. അതിനുശേഷം ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ 1ാം പാൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം തേങ്ങ ചിരകിയിട്ട് 1ാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ച് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് മുക്കിയിട്ട് കഴിക്കാം. ഓക്കെ, ഇത് ആവി ഒരു 10 മിനിറ്റ് ആവി കയറി വരട്ടെ, നന്നായി വെന്ത് വരണം. അപ്പോൾ അതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് വെച്ചതായിട്ടുണ്ട്, അത് സെക്കൻഡ് ബാച്ചാണ്. അപ്പോൾ അതും ഏകദേശം ഒരു 10 മിനിറ്റായി. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങാം. അപ്പം നമ്മുടെ തേങ്ങാ പൂവപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ഫോർക്ക് കൊണ്ട് തന്നെ ഒന്ന് എടുക്കാം. നേരത്തെ ആയ ബാച്ചാണ്, കാണിച്ചു തരാം കുറച്ചുകൂടെ അടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങാപ്പൂവപ്പം.
എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യേണ്ടത് ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് കൂടെ. ഇപ്പം ഞാൻ എന്താ ഇവിടെ 1-ാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര നമുക്ക് മധുരം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ നല്ല മധുരമുള്ള തേങ്ങയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുള്ളൂ. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂൺ പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇല്ലാതെയും കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ഒരു 2 ഏലക്ക ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഏലക്കയുടെയും ഫ്ലേവർ നല്ലോണം വരും. അപ്പോൾ ഇതും കൂടെ വെച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ കുറച്ചുകൂടെ ക്ലോസപ്പിൽ കാണിച്ചു തരാം നമ്മുടെ പൂവപ്പം എങ്ങനെയുണ്ടെന്നുള്ളത്. കേട്ടോ, ശരിക്കും വെന്ത് വന്നപ്പോൾ നല്ല പൂ മാതിരി ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. സംഭവം കൊള്ളാം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.